ഖത്തറിന് നേരെ ഇന്നും ഇറാന്റെ ആക്രമണം. ഡ്രോൺ ആക്രമണങ്ങളെ സായുധ സേന വിജയകരമായി പ്രതിരോധിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സംഘർഷങ്ങൾക്കിടെ വിവിധ രാഷ്ട്ര നേതാക്കളുമായി ഖത്തറിന്റെ കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഖത്തർ അമീറുമായി ആശയവിനിമയം നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. നോർവീജിയൻ പ്രധാനമന്ത്രിയും സ്പെയിൻ വിദേശകാര്യമന്ത്രിയും ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. അബ്ബാസ് മുഹമ്മദ് ദോഹയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ബാസ, വലിയ രീതിയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗൾഫ് മേഖലയിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇറാൻ. ദിനിഷ, മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമാണ് ഖത്തറിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അഥവാ മറ്റു രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള, അതുപോലെ യു അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുന്ന വേളയിൽ ഖത്തറിലേക്ക് അത്ര വലിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഈ മാസം 1-ാം തീയതി ഇറാനിൽ നിന്നുണ്ടായ ഒരു ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ ഇവിടുത്തെ റാസ് ലഫാൻ്റെ തീരപ്രദേശത്തുള്ള ഒരു എണ്ണ ടാങ്കറിൽ ഒരു മിസൈൽ പതിച്ചതിൻ്റെ നാശനഷ്ടം ഒഴിച്ചു നിർത്തിയാൽ ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളിൽ കുറവുണ്ട്. എല്ലാ ദിവസവും എന്ന തോതിൽ ആക്രമണം നടക്കുന്നുണ്ട്. എങ്കിലും അത് യാതൊരു തരത്തിലും ഇവിടുത്തെ മേഖലകളിൽ ഹിറ്റ് ചെയ്യുന്നില്ല. എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്ന സാഹചര്യമാണ് ഖത്തർ സായുധ സേന നിർവീര്യമാക്കുന്ന സാഹചര്യമാണ് ഖത്തറിലുള്ളത്. ഈ 1-ാം തീയതിക്ക് നടന്ന ആക്രമണത്തിന് ശേഷം ഇവിടെ യാതൊരു തരത്തിലുള്ള അപായങ്ങളും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെയും ഇന്നുമായി വിവിധ ഡ്രോണുകൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇന്നലെ ക്രൂയിസ് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ തടുക്കുന്ന, നിർവീര്യമാക്കുന്ന, പ്രതിരോധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഖത്തറിലുള്ളത്. ഇത് നമ്മളൊരു വാർത്താക്കുറിപ്പ്, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പ് നൽകുമ്പോൾ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി എന്നുള്ള വിവരം തന്നെ ആളുകൾ അറിയുന്നത്. ഇത് ഖത്തറിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇതിൻ്റെ സാമ്പത്തികവും മറ്റു തരത്തിലുള്ള ആഘാതങ്ങളൊക്കെ നമ്മൾ വേറെ തന്നെ പറയേണ്ടതാണ്. എങ്കിലും ഇവിടുത്തെ നിലവിലുള്ള സാധാരണ ജീവിതത്തെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഖത്തർ അതിൻ്റെ മധ്യസ്ഥ ശ്രമം എന്ന് പറയാൻ പറ്റില്ല. ഖത്തർ ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീഎസ്കലേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തർ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സംഘർഷത്തിന് മധ്യസ്ഥത നിൽക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഖത്തർ വിദേശകാര്യ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി പല തവണ പത്രസമ്മേളനങ്ങളിൽ ഈ ഖത്തറിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ തങ്ങൾ ആക്രമിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങളില്ല എന്ന്, പ്രധാനമായിട്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൽ ഖത്തർ പങ്കെടുക്കുന്നില്ല. എന്നാൽ ഈ രാജ്യത്തിൻ്റെ നേതാക്കളുമായി, ഖത്തർ അമീറുമായും അതുപോലെ തന്നെ ഖത്തർ പ്രധാനമന്ത്രിയുമായും നിരവധി ലോക രാഷ്ട്ര നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അടക്കമുള്ള മുതിർന്ന ലോക രാഷ്ട്ര നേതാക്കൾ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇതോടൊപ്പം ഈ മാസം തന്നെ അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി, അതുപോലെ തന്നെ ഗ്രീക്ക് പ്രതിരോധ മന്ത്രിയുമായി ഒക്കെ സംസാരിക്കുകയുണ്ടായി. ജോർജിയ മെലോനി ദോഹയിലെത്തിയാണ് ഖത്തർ അമീറുമായി സംസാരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, G20 രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഖത്തറിലെത്തുന്ന രാഷ്ട്ര നേതാവ് കൂടിയായിരുന്നു ജോർജിയ മെലോനി. അതോടൊപ്പം തന്നെ GCC രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി ഖത്തർ അമീറിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം അവസാനത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും, അതുപോലെ തന്നെ ജോർദാനിലെ അബ്ദുള്ള രാജാവുമായും, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും ഒക്കെ അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം കുവൈത്ത് വിദേശകാര്യമന്ത്രി ദോഹയിലെത്തി ചർച്ചകൾ നടത്തുന്നു. ഇങ്ങനെ GCC രാഷ്ട്രങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും GCC രാഷ്ട്രങ്ങളിലെ ഒരു സംയുക്ത പ്രതിരോധ സംവിധാനം അടക്കമുള്ള, അതുപോലെ തന്നെ ഇറാൻ അടക്കമുള്ള വൈദേശിക ശക്തികളിൽ നിന്ന് അവരുടെ ആക്രമണത്തെ നേരിടാനുള്ള ഒരു ഭാവി പദ്ധതികളെക്കുറിച്ച്, GCC രാഷ്ട്രങ്ങളുടെ ഏകോപനത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഇവിടുത്തെ GCC രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഖത്തർ അമീറിൻ്റെ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രീസിൽ നിന്നും, അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും, ഫ്രാൻസിൽ നിന്നുമുള്ള രാഷ്ട്ര നേതാക്കൾ ചർച്ച നടത്തുന്നു. ഈ ഖത്തറുമായി എനർജി പങ്കാളിത്തത്തിൽ, ഊർജ്ജ പങ്കാളിത്തത്തിൽ വളരെ വലിയ ഊർജ്ജ പങ്കാളിത്തമുള്ള രാഷ്ട്രങ്ങളാണ് യൂറോപ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം ജോർജിയ മെലോണി ഇവിടെ വന്ന സമയത്ത് അവർ പറയുന്ന ഒരു
പ്രധാനപ്പെട്ട പോയിന്റ് യൂറോപ്പിൻ്റെ ഊർജ്ജ സുരക്ഷയുടെ അടിസ്ഥാനമാണ് ഗൾഫ് എന്നുള്ളതാണ്. ഈ ഖത്തറിലെ എൽ എൻ ജിയുമായി ബന്ധപ്പെട്ട വിതരണങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ കമ്പനികളിലേക്കുള്ള ദീർഘകാല കരാറുകളുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഉള്ള ചർച്ചകളിൽ ഖത്തർ അമീറും അതുപോലെ തന്നെ ഖത്തർ പ്രധാനമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് എൽ എൻ ജിയുടെ ഒരു പ്രധാനപ്പെട്ട സപ്ലയറാണ് ഖത്തർ എന്നുള്ളത്. ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസം നടത്തിയ ഒരു ആക്രമണത്തിൽ റാസ് ലഫാലെ എൽ എൻ ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തറുമായുള്ള ചർച്ചകൾ ഊർജിതമാക്കുന്നത്. ഏതായാലും UK-യും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തർ അമീറുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡീഎസ്കലേഷനുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിനിഷ.